എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമം എന്നതിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിലെ ആൻസേഴ്സുമാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഉത്തരങ്ങളുമുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദ 5th പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചിത്രവും വരയ്ക്കണം. അപ്പോൾ നമ്മളെക്കുറിച്ച് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? മൈ നെയിം ഈസ്, നിങ്ങളുടെ പേരെന്താണോ അത് എഴുതുക. ഐ ലിവ് ഇൻ എ വില്ലേജ്, ഞാനൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ ടൗണിൽ താമസിക്കുന്നവർക്കാണ് ടൗൺ എന്ന് എഴുതാം. മൈ ഫാദർ ഈസ്, എൻ്റെ അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എഴുതുക. മൈ മദർ ഇസ്, എൻ്റെ അമ്മ എന്താണെന്ന് എഴുതാം. അമ്മ ടീച്ചറാണോ, ഹൗസ് വൈഫാണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് എഴുതാം. ഇനി അടുത്തതായിട്ട് ഐ ഹാവ് എ ബ്രദർ ഓർ സിസ്റ്റർ. നിങ്ങൾക്ക് ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക ഐ ഹാവ് എ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ. കൂടാതെ ഇവിടെ നിങ്ങളുടെ ഒരു ചിത്രം വരയ്ക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ചിത്രം വരയ്ക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ എങ്കിലും ഒട്ടിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് സ്റ്റേറ്റ്സ് ഡു ഗസ്റ്റ് വർക്കേഴ്സ് കം ടു കേരള ആസ് ഫാമിലീസ്. ഏതൊക്കെ സ്റ്റേറ്റുകളിൽ നിന്നാണ് നമ്മുടെ കേരളയിലേക്ക് ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ വരുന്നത്? പണിയെടുക്കാനൊക്കെ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലേക്ക് വരാറില്ലേ? അങ്ങനെ വരുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ്? ആസാമിൽ നിന്ന് ആളുകൾ നമ്മുടെ കേരളത്തിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ബീഹാറിൽ നിന്ന് വരാറുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരാറുണ്ട്, ജാർഖണ്ഡിൽ നിന്നൊക്കെ ഗസ്റ്റ് വർക്കേഴ്സ് നമ്മുടെ കേരളത്തിൽ വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലേ? പരിചയപ്പെട്ടു അല്ലേ? ട്രൈ ടു ക്രിയേറ്റ് ആൻ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ പ്രൊഫൈൽ, പേഴ്സണൽ ഇൻഫർമേഷൻ ബൈ ആഡിങ് യുവർ ഹോബീസ്, leisure time activities, wishes and dreams along with the information you have already mentioned. അപ്പോൾ നമ്മളെക്കുറിച്ചൊരു ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയല്ലേ? നമ്മുടെ പേര്, അമ്മയുടെ ജോലി, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, സിസ്റ്റർ ഉണ്ടോ, സിസ്റ്റർ ഇല്ലേ, നമ്മൾ ടൗണിലാണോ വില്ലേജിലാണോ താമസിക്കുന്നത്, അങ്ങനെ നമ്മളെക്കുറിച്ചൊരു ചെറിയൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയല്ലേ? ആ ഒരു ചെറിയ പ്രൊഫൈലിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക, കുറച്ചും കൂടി വിപുലീകരിക്കുക എന്ന് പറയാം. കുറച്ചും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കുക, നമ്മളെക്കുറിച്ചുള്ള വിവരം കുറച്ചും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കുക. എന്തൊക്കെ വിവരമാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്? നമ്മുടെ ഹോബി, നമുക്ക് ഒരുപാട് ഹോബി ഉണ്ടാവില്ല. ചെറുക്ക് ഫുട്ബോൾ കളിക്കുന്നതായിരിക്കും ഹോബി, ചെറുക്ക് വായിക്കുന്നതായിരിക്കും, പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹോബീസ്, അതുപോലെ തന്നെ ലെഷ്യൂർ ടൈം ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ഒഴിവ് സമയങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, വിഷ്വൽസ്, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ, അലോങ് വിത്ത് ഇൻഫർമേഷൻ യു ഹാവ് ഓൾറെഡി മെൻഷൻ, നിങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്തതോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മൈ ഹോബീസ് ആർ, നിങ്ങളുടെ ഹോബി എന്താണോ അത് എഴുതുക. മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹോബി എഴുതുക. ഇവിടെ ഡ്രോയിങ്, റീഡിങ് സ്റ്റോറീസ്, ലിസണിങ് മ്യൂസിക്, പ്ലേയിങ് ക്രിക്കറ്റ്, ഡാൻസിങ്, വാച്ചിങ് TV, ക്രാഫ്റ്റ് വർക്ക്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് ആണ്, മൈ അംബീഷൻ ഈസ് ടു ബി. നിങ്ങളുടെ അംബീഷൻ, അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം ഉണ്ടാവില്ലേ, ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, നിങ്ങളുണ്ടാവില്ലേ? അപ്പോൾ എന്താണ് അത് എന്ന് എഴുതുക. ഇവിടെ മൈ അംബീഷൻ ഈസ് ടു ബിക്കം, എന്തായി തീരുവാനാണ്? എ ടീച്ചർ, ഡോക്ടർ, പോലീസ് ഓഫീസർ, അങ്ങനെ എന്താണ് നിങ്ങളുടെ അംബീഷൻ അത് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതാം. ഇവിടെ എഴുതിയത് ഐ ലൈക്ക് ടു ട്രാവൽ, എനിക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്. ഐ ലവ് മൈ പാരൻസ്, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ഇഷ്ടമാണ്. ഐ എം കൈൻഡ് ടു ഓൾ ക്രിയേച്ചേഴ്സ്, ഞാൻ എല്ലാ ജീവജാലങ്ങളോടും കൈൻഡാണ്, ദയുള്ള ഒരു കുട്ടിയാണ്. ഐ ലവ് നേച്ചർ ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ്, എനിക്ക് പ്രകൃതിയെയും അത് സംരക്ഷിക്കുവാനും ഇഷ്ടമാണ്. അങ്ങനെ എഴുതുക കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർ ഇൻ യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം. നിങ്ങൾ പീലിയുടെ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ തയ്യാറല്ലേ? ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺസ്. നിങ്ങൾക്കും കുറച്ച് കൺസേണുകൾ ഉണ്ടാവും. കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശങ്കകൾ, ഉത്കണ്ഠകൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ. റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ, നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. എന്തെഴുതാം നമുക്ക്? യെസ്, ഐ എം വെരി എക്സൈറ്റഡ് ടു ഗോ. അതെ, ഭയങ്കര ആശങ്കാപരിധിയാണ് പോകുവാൻ വേണ്ടിയിട്ട്. ഐ ട്രൈ ടു റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം മൈ പാരൻസ്. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള പെർമിഷൻ കിട്ടാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മോം ഗീവ് മീ സ്നാക്സ് ടു ഹാവ് ഡ്യൂറിങ് ദ ട്രിപ്പിൽ എനിക്ക് കഴിക്കുവാനായിട്ടുള്ള സ്നാക്സൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു. ഷീ ഓൾസോ പാക്കഡ് സം ഫോർ മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും അമ്മ ഉണ്ടാക്കി തന്നു. പീലി ആൻഡ് ഹർ ഫാമിലി, പീലിക്കും അവളുടെ ഫാമിലിക്കും വേണ്ടി. ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കം സോ ക്ലോസ് ഈവൻ വെൻ ദേ ഹെയിൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. ഈ കൂട്ടുകാരുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഇത്ര ക്ലോസ് ആയി മാറിയത്?
നമുക്കറിയാം ഈ കൂട്ടുകാർ, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും നമ്മളെപ്പോലെ ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരേ ചുറ്റുപാടിൽ നിന്ന് വരുന്നവരാണോ? അല്ല അല്ലേ. പലരും പല ചുറ്റുപാടുകളിൽ നിന്ന് വരും. ചുറ്റുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പല അവസ്ഥകളിൽ നിന്ന് വരുന്നതാണ് അല്ലേ നമ്മളെ ഫ്രണ്ട്സൊക്കെ. എങ്ങനെയാണ് ഈ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ക്ലോസായി മാറുന്നത്? ഇമാജിൻ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിലുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. These friends became so close because they liked spending time together and helping each other. ഈ ഫ്രണ്ട്സൊക്കെ ഇത്ര ക്ലോസ് ആവാൻ കാരണം എന്താണ്? അവർക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുവാനും ഇഷ്ടമാണ്. ഈവൻ ദോ ദേ കെയിം ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, they respected each other, trusted, understood, accepted each other and communicated well. അവർ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ആളുകൾ ആണെങ്കിൽ കൂടിയും അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ബഹുമാനിക്കുന്നുണ്ട്. അല്ലാണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഇങ്ങനെ താത്തി പറയുകയോ ഇല്ല കളിയാക്കുകയോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ അവരെ വിശ്വസിക്കുന്നത് കൊണ്ടല്ല അവർ നമ്മുടെ ഫ്രണ്ട് ആയത്. നമ്മൾ അവരെ വിശ്വസിക്കുന്നുണ്ട്, അവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക 100ൽ 100% ആയിരിക്കണം എന്നില്ല. എല്ലാവർക്കും കുറച്ച് ഫോൾട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അവരുടെ തെറ്റിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ അവരായിട്ട് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഇപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ നടന്ന കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട്സിനെ പറയില്ലേ. നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഫ്രണ്ട്സ് ഇത്ര ക്ലോസ് ആയി നിൽക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്? നിങ്ങൾ ട്രിപ്പിൽ നിങ്ങളോടൊപ്പം തന്നെ എന്താണ് കരുതുക? അതായത് എന്താണ് നിങ്ങൾ കൊണ്ടുപോവുക ട്രിപ്പിലേക്ക്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? നിങ്ങൾ എന്തിനെക്കുറിച്ചെല്ലാം ആലോചിക്കും? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സീൻ. നിങ്ങളുടെ ഒരു ബാഗ് വരയ്ക്കുക. നിങ്ങൾ ട്രിപ്പിന് കൊണ്ടുപോകുന്ന ഒരു ബാഗ് വരയ്ക്കുക. ആ ബാഗിൻ്റെ ഉള്ളിൽ ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളാട്ടോ. ആ ബാഗിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തെല്ലാം കൊണ്ടുപോകുമെന്ന് വരയ്ക്കണം. ആൻഡ് നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും വരിക ട്രിപ്പിന് പോകുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതൊക്കെ നിങ്ങൾ എഴുതുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ബാഗ് വരയ്ക്കുക. ബാഗിനുള്ളിൽ നമ്മൾ എന്തെല്ലാം കൊണ്ടുപോകും? ഒരു ട്രിപ്പിന് പോകുമ്പോൾ ക്ലോത്ത്സ് കൊണ്ടുപോകും അല്ലേ, നമ്മുടെ വസ്ത്രങ്ങൾ കൊണ്ടുപോകും, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, സ്നാക്സ്, ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് എഴുതാൻ. അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക. അതുപോലെ തന്നെ നമുക്ക് ടൂർ പോകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്തായിരിക്കും? ഐ കാൺട്ട് വെയിറ്റ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ഹാവ് ഫൺ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, അതായത് പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടടിച്ചു പൊളിക്കാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് എനിക്കിരിക്കണം, അതായത് ഭയങ്കര ജോളി ആവണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു നോ ട്രാവൽ സോങ്സ്? നിങ്ങൾക്ക് ട്രാവൽ സോങ്സ് അറിയാം. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പാട്ടൊക്കെ പാടില്ല, അതാണ് ട്രാവൽ സോങ്സ്. Collect and present them as your groups in class. Write down your favorite travel song below. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പാടുന്ന സോങ്സിനെയാണ് നമ്മൾ ട്രാവൽ സോങ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മളോട് ട്രാവൽ സോങ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. സോങ് ഒന്ന് നോക്കാം. We are on the road again. Let's sing and play. Adventures waiting for us today. With every turn a new surprise. We will see the tomorrow through happy eyes. ഇതാണ് ഒരു സോങ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് എഴുതാം. ഇനി നമുക്ക് അടുത്തൊരു സോങ് നോക്കാം. സോങ് 2. It's adventurous time. Let's pack our bags, grab our maps and fun travel tags. From the jungle to the sandy shore, every place is fun to explore. ഇനി നിങ്ങൾ നോക്കാം, ഇവിടെ നമുക്ക് കാണാം ആ കുട്ടി എന്താണ്, ദർ ഇസ് പീലി, പീലി അവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണല്ലേ. അപ്പോൾ പീലി എന്താ പറയുന്നത്? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം. ഞാൻ കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വൈ ആർ യു സോ ലേറ്റ്? നീ എന്താ ഇത്ര ലേറ്റായേ എന്ന് പീലി ചോദിക്കുവാണ്. റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. പീലി പറഞ്ഞതിനോട് ഒരു മറുപടി എന്താണ് നിങ്ങളുടെ മറുപടി? പീലി ഇപ്പം പറഞ്ഞല്ലോ, അതായത് ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു, നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നൊക്കെ പീലി പറഞ്ഞല്ലോ. അതിന് നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? We were late because we got lost in the charming beauty of your village, ponds, rivers, paddy fields and hills. ഞങ്ങൾ ലേറ്റായിപ്പോയി. എന്തുകൊണ്ടാണ് ലേറ്റായതെന്ന് നിനക്കറിയോ? നിൻ്റെ ഈ ഗ്രാമത്തിലെ എന്താ പറയുക ബ്യൂട്ടി കണ്ടിട്ട്, സൗന്ദര്യം കണ്ട് ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് വരികയായിരുന്നു. നിൻ്റെ ഗ്രാമത്തിലുള്ള തോടുകൾ, പുഴകൾ, പാഡി ഫീൽഡ്സ്, നെൽപ്പാടങ്ങൾ, കുന്നുകൾ, ഇതൊക്കെ എന്ത് ഭംഗിയാണ് എന്നാണ് ആ കുട്ടി പറയുന്നത് കേട്ടോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലിയസ് വില്ലേജ്? പീലിയുടെ ഗ്രാമത്തിനെ കുറിച്ച് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടാവുമല്ലോ, പീലിയുടെ ഗ്രാമം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക ആഗ്രഹങ്ങൾ നമ്മൾ കെട്ടിമെന്നിട്ടുണ്ടാവും അല്ലേ. എന്താണ് നിങ്ങൾക്ക് പീലിയുടെ ഗ്രാമത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? എക്സ്പെക്റ്റേഷനും റിയാലിറ്റി ഒക്കെ സെയിം ആയി വരുമെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായിരിക്കും? ദ വില്ലേജ് വിൽ ബി എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ ഒരു ഗ്രാമം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. ദ വിൽ ബി റിവേഴ്സ്, അവിടെ പുഴകളുണ്ടാവും, സ്ട്രീംസ്, അരുവികൾ, ഫീൽഡ്സ്, നെൽപ്പാടങ്ങൾ ആൻഡ് ഹിൽസ്, കുന്നുകളും ഉണ്ടാവും. ദർ വിൽ ബി നോ ട്രാഫിക്, അവിടെ ട്രാഫിക്കും ബ്ലോക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദ പീപ്പിൾ വിൽ ബി വെരി നൈസ് ആൻഡ് ഫ്രണ്ട്ലി, അവിടെയുള്ള ആളുകൾ, ഗ്രാമവാസികൾ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ തന്നെ നല്ല നൈസായിട്ടുള്ള പീപ്പിൾ, അതായത് നല്ല ദയുള്ള നല്ല പരസഹായം ചെയ്യുന്ന ആളുകളായിരിക്കും എന്നായിരിക്കും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഷാൽ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ? നമുക്ക് പീലിയുടെ അച്ഛനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്താലോ? ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലേ. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ഫോർ ദാറ്റ്. അതിനായിട്ട് ഒരു ചോദ്യാവലി തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പീലിയുടെ അച്ഛനോട് എന്തെല്ലാം ചോദിക്കാം? ഹൗ ഡു യു കുക്ക് സച്ച് എ ഡെലീഷ്യസ് ഫിഷ് കറി? എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റുള്ള ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്? വാട്ട് ക്രോപ്സ് ഓർ ആനിമൽസ് ഡു യു റേസ്? അതായത് ഏതൊക്കെ ക്രോപ്സാണ്, ആനിമൽസാണ് ഉണ്ടാക്കുന്നത്, വളർത്തുന്നത്? ഹൗ ഡു യു പ്രൊട്ടക്റ്റ് യുവർ ക്രോപ്സ് ഫ്രം പെസ്റ്റ്? കീടനാശിനികളിൽ നിന്നെല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ ക്രോപ്സിനെ, വിളകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്? ഹൗ ഡു യു സെൽ യുവർ പ്രോഡക്റ്റ്സ്? എങ്ങനെയാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ദി യങ് ജനറേഷൻ? ഇപ്പോൾ വളർന്നു വരുന്ന യുവതലമുറയോട് നിങ്ങൾ എന്ത് അഡ്വൈസാണ്, എന്ത് ഉപദേശമാണ് കൊടുക്കുക? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പു സെറ്റ് ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി? ഒരേ സിറ്റിയെക്കുറിച്ച്, ഒരേ സ്ഥലത്തിനെക്കുറിച്ച് വിക്കിയും അപ്പുവും രണ്ട് അഭിപ്രായം പറയാൻ കാരണം എന്തായിരിക്കും? വിക്കി ആൻഡ് അപ്പു ഹാഡ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി. വിക്കിനും അപ്പുവിനും സെയിം സിറ്റീനെ കുറിച്ച് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്, അതായത് വിവിധ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിയർ എക്സ്പീരിയൻസ് വർ ഡിഫറെൻറ്റ്. അവരുടെ അനുഭവങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. വിക്കി പ്രിഫേഴ്സ് ദ സിറ്റി ബിക്കോസ് ഫോർ ഹിം ഇറ്റ് ഓഫേഴ്സ് മോർ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് സച്ച് ആസ് ഗുഡ് നെറ്റ്വർക്ക് കവറേജ്, വൈഫൈ കണക്ടിവിറ്റി ആൻഡ് ഗെയിംസ്. വിക്കി പ്രിഫർ ചെയ്യുന്നത് സിറ്റിയാണ്. എന്തുകൊണ്ടാണ് വിക്കി സിറ്റി പ്രിഫർ ചെയ്യാൻ കാരണം? വിക്കിക്ക് ഗ്രാമത്തിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഈ നഗരപ്രദേശങ്ങളാണ്. അതെന്തുകൊണ്ടെന്നാൽ അവന് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്, കൂടുതൽ നെറ്റ് കവറേജ്, എൻ്റർടൈൻമെൻറ്റ്, വീഡിയോ ഗെയിംസ്, ഇതൊക്കെ ആണ് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അത് ഈ ഗ്രാമത്തിൽ പോയാൽ കിട്ടുമോ? അവന് വീഡിയോ ഗെയിംസും ഈ നെറ്റ് കവറേജൊക്കെ ഗ്രാമത്തിൽ പോയാൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ വിക്കിക്ക് അതുകൊണ്ടാണ് ഗ്രാമം ഇഷ്ടമില്ല, അവന് സിറ്റിയാണ് ഇഷ്ടം. ബട്ട് അപ്പുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, അപ്പു ഫൈൻഡ്സ് ദ വില്ലേജ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി ബിക്കോസ് ഫോർ ഹിം ഇറ്റ് ഓഫേഴ്സ് എ മോർ പീസ്ഫുൾ, ബ്യൂട്ടിഫുൾ ആൻഡ് കാം എൻവയോൺമെൻറ്റ്. അപ്പുവിന് ഇഷ്ടം സിറ്റിയേക്കാൾ കൂടുതൽ ഈ വില്ലേജാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാമല്ലോ, നമ്മളൊരു പച്ചപ്പുള്ളൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കും. അപ്പോൾ അപ്പുവിനും അതാണ് ഇഷ്ടം. അപ്പുവിനും സമാധാനവും നല്ല സൗന്ദര്യമുള്ള ഭയങ്കര കാമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ചുറ്റുപാടാണ് അപ്പുവിന് ഇഷ്ടം. അതുകൊണ്ട് അപ്പുവിന് ഇഷ്ടം എവിടെയാണ്? വില്ലേജാണ്. പക്ഷേ വിക്കിക്ക് ഇഷ്ടം എവിടെയാണ്? സിറ്റിയാണ്, നഗരമാണ്. ഓക്കെ ആണല്ലോ. നിങ്ങളിതിൽ ആരാണ്? വിക്കിയാണോ അപ്പു ആണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ വീക്ക്ലി, റെഗുലർ ആൻഡ് ഈവനിങ് മാർക്കറ്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, റൈറ്റ്? നിങ്ങളുടെ ലൊക്കാലിറ്റി, നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ സൺഡേ മാർക്കറ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു വീക്ക്ലി മാർക്കറ്റാണ്, ഒരു സൺഡേസിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ റെഗുലർ മാർക്കറ്റ്സ് ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാകുന്ന മാർക്കറ്റ്സ് ഉണ്ടാവും. പിന്നെ ഈവനിങ്ങിൽ മാത്രം കാണുന്ന മാർക്കറ്റ്സൊക്കെ ഉണ്ടാവും, അത് പീടികൾ. വിസിറ്റ് എ മാർക്കറ്റ് ഇൻ വിത്ത് യുവർ എൽഡേഴ്സ്, നിങ്ങളുടെ മുതിർന്നവരുടെ കൂടെ ഒരു മാർക്കറ്റ് വിസിറ്റ് ചെയ്യുക. ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ദ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്, അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക, ഒരു നോട്ട്സ് തയ്യാറാക്കുക. വീക്ക്ലി മാർക്കറ്റ്സ് ആർ കോമൺ ഇൻ വില്ലേജസ്, ഗ്രാമത്തിലൊക്കെ വീക്ക്ലി മാർക്കറ്റ്സ് കോമൺ ആണ്, അത് പൊതുവായൊരു കാര്യമാണ്. വില്ലേജസ് കെയിം ഹിയർ ടു ബൈ ആൻഡ് സെൽ ദി ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്, അവരുണ്ടാക്കുന്ന ലോക്കലായിട്ടുള്ള, ലോക്കലി മീൻസ് എന്താണെന്നറിയാം, അവരുണ്ടാക്കുന്ന ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന ഗുഡ്സ് ഉണ്ടാവും. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, വസ്തുക്കൾ, അത് അവർ എന്ത് ചെയ്യും? ആ ഒരു മാർക്കറ്റിൽ വന്നിട്ട് കച്ചവടം നടത്തും. ഗുഡ്സ് സച്ച് ആസ് ഗ്രെയിൻ, സ്പൈസസ്, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്, ക്ലോത്ത്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആർ അവൈലബിൾ ഇൻ സച്ച് മാർക്കറ്റ്സ്. ഇങ്ങനെയുള്ള മാർക്കറ്റ്സിൽ ഗുഡ്സായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഗ്രെയിൻസ്, ധാന്യങ്ങളുണ്ടാവും, സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടാവും, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്, അവർ കൈകൾ കൊണ്ട് നിർമ്മിച്ച പല കരകൗശല വസ്തുക്കളുണ്ടാവും, ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഫാമേഴ്സ് ഓൾസോ ബ്രിങ് ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഡെയറി പ്രോഡക്ട്സ് ടു സെൽ. ഇപ്പോൾ കൃഷിക്കാരാണെങ്കിൽ അവരെന്താണ് കച്ചവടത്തിന് കൊണ്ടുവരിക? ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെയാണ് അവർ കൊണ്ടുവരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രണ്ട്സ് ഹൂ വിസിറ്റഡ് പീലിയസ് വില്ലേജ് വിത്ത് യു ഹാവ് ഷെയർഡ് ദിയർ ഒപ്പീനിയൻ.
അതായത് പീലിയുടെ വില്ലേജ് ഉണ്ടല്ലോ, ഗ്രാമം, അത് സന്ദർശിച്ച ഫ്രണ്ട്സ് നിങ്ങൾ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യാണ്. ഡോണ്ട് യു ഓൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലീസ് വില്ലേജ്? പീലിയുടെ ഗ്രാമത്തിനെ കുറിച്ച് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അല്ലേ? റൈറ്റ് ഹൗ ദ സൈറ്റ് ഓഫ് ദി വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു. പീലിയുടെ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകളും നിങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ സ്വാധീനിച്ചു, എന്താണ് നിങ്ങൾക്ക് പീലിയുടെ ഗ്രാമത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് എഴുതി നോക്കിയാലോ. പീലീസ് വില്ലേജ് ഇസ് വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ. വളരെ ശാന്തമായിട്ടുള്ള എന്നാലോ നല്ല സൗന്ദര്യമുള്ള ഒരു ഗ്രാമമാണ് പീലിയുടേത്. ദർ ആർ മെനി പോണ്ട്സ്. അവിടെ ഒരുപാട് തോടുകളുണ്ട്. ചിൽഡ്രൻസ് ലേൺ ടു സ്വിം ഇൻ ദീസ് പോണ്ട്സ്. ഈ ഒരു തോടുകളിലാണ് കുട്ടികൾ നീന്താൻ പഠിക്കുന്നത്. ദർ ആർ മെനി പാഡി ഫീൽഡ്സ്. അവിടെ കുറേ നെൽപ്പാടങ്ങളുണ്ട്. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ് ആർ ഹെൽഡ് ഇൻ ദീസ് ഫീൽഡ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലോഡ് സെക്കൻഡ് ക്രോപ്സ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. അവിടെ നമ്മൾ ഈ കാളകൾ കൊണ്ടൊക്കെ നമ്മൾ കാണാറില്ലേ, നെൽപ്പാടം ഒന്ന് ഉഴുതു മറിക്കുക, അതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ. അവിടെ ഒരുപാട് തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. ദർ ആർ വീക്ക്ലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദി ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അവിടെ വീക്ക്ലി മാർക്കറ്റ്സ് ഉണ്ട്, ആഴ്ചകളിൽ ഉണ്ടാകുന്ന മാർക്കറ്റുകളുണ്ട്. അവിടെയാണ് ആളുകൾ എന്ത് ചെയ്യുക, കച്ചവടമൊക്കെ നടത്തുക. ദീസ് സൈറ്റ്സ് ഓഫ് പീലീസ് വില്ലേജ് വാസ് ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ ആൻഡ് മൈ ഫ്രണ്ട്സ്. വി റിയലി എൻജോയ് ദ ബ്യൂട്ടി ആൻഡ് പീസ്ഫുൾനെസ് ഓഫ് ദി വില്ലേജ്. ഈ കാഴ്ചകളൊക്കെയാണ് പീലിയുടെ ഗ്രാമത്തിനെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആക്കുന്നതും അതുപോലെ തന്നെ നല്ല സമാധാനപരമായിട്ട് നമുക്ക് തോന്നാൻ കാരണം. ഗ്രാമത്തിൻ്റെ ഈ മനോഹാരിതയൊക്കെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമാണ്, ദീസ് ചിൽഡ്രൻസ് ഹാവ് കറക്റ്റഡ് ദിയർ പ്രീ കൺസീവ്ഡ് നോഷൻസ് ഹാവിങ് തിങ്. അതായത് എല്ലാവർക്കും ഒരു പ്രീ കൺസീവ്ഡ് നോഷൻസ് ആണ്. അവർ ആദ്യം ഒരു മുൻവിധി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സിനിമ കാണാൻ പോകും. അപ്പോൾ സിനിമൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ, അതിൽ കഥ ഇതൊക്കെ ആയിരിക്കും എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രീ കൺസീവ്ഡ് നോഷൻസ്, അതായത് ഒരു മുൻവിധി എന്ന് പറയും. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ അവരുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന മുൻവിധിയൊക്കെ കറക്റ്റ് ചെയ്യാൻ സാധിച്ചു, അതായത് തെറ്റ് തിരുത്തുക എന്ന് പറയുന്ന പോലെ. യു ടു ഹാവ് ട്രാവൽ ത്രൂ പീലീസ് വില്ലേജ്. നിങ്ങളും പീലിയുടെ വില്ലേജിലൂടെ പോയില്ലേ? വാട്ട് ആർ ദി ന്യൂ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെയിൻഡ് ഡ്യൂറിങ് ദിസ് ജേർണി. ഈ ഒരു യാത്രയിലൂടെ നിങ്ങൾക്ക് കിട്ടിയ പീസ് ഓഫ് ഇൻഫോർമേഷൻ, പുതിയ അറിവുകൾ എന്തൊക്കെയാണ്? ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരായിട്ട് അത് ഷെയർ ചെയ്യാനാണ് പറഞ്ഞത്. വില്ലേജ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സിറ്റി. നമ്മുടെ നഗരത്തേക്കാൾ എത്രയോ ബ്യൂട്ടിഫുള്ളാണ് വില്ലേജ്, ഗ്രാമം എന്ന് പറയുന്നത്. വില്ലേജ് ഈസ് ബ്ലെസ്ഡ് വിത്ത് ക്ലീൻ വാട്ടർ, ക്ലീൻ എയർ ആൻഡ് ക്ലീൻ സറൗണ്ടിങ്സ്. ഗ്രാമങ്ങളിലാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ശുദ്ധമായ വെള്ളമാണ്, ശുദ്ധമായ വായുവാണ്, അതുപോലെ തന്നെ ശുദ്ധമായ ചുറ്റുപാടാണ് എന്ന് പറയാം. ക്ലീൻ ആയിട്ടുള്ള, അതായത് വൃത്തിയുള്ള ചുറ്റുപാട്. മോസ്റ്റ് പീപ്പിൾ ആർ ഫാമേഴ്സ്. അവിടെയുള്ള കൂടുതൽ ആളുകളും ഫാമേഴ്സ് ആയിരിക്കും. ദർ ആർ മെനി ഫെസ്റ്റിവൽസ്. അവിടെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ദേ സെലിബ്രേറ്റ് ഓൾ ഫെസ്റ്റിവൽസ് ടുഗെദർ. അവരെല്ലാ ഫെസ്റ്റിവൽസും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. പീപ്പിൾ ക്യാൻ ലിവ് ഹാപ്പിലി ഈവൺ വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ ഫോൺ. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണൊന്നും ഇല്ലെങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കും. ദർ ആർ മെനി പ്ലേ ഗ്രൗണ്ട്സ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ഫോർ ചിൽഡ്രൻ ടു പ്ലേ ഇൻ ദ വില്ലേജ്. ഗ്രാമത്തിൽ കുട്ടികൾക്ക് കളിക്കുവാനായിട്ട് അവിടെ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഒട്ടനവധി ആക്ടിവിറ്റികളും പ്രവർത്തനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പീലിയുടെ ഗ്രാമത്തിന്, അല്ലെങ്കിൽ ഒരു പീലിയുടെ ഗ്രാമം എന്നല്ല, ഏതൊരു ഗ്രാമത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എഴുതി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. 5ാം ക്ലാസ്സിൻ്റെ ഇനിയും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു പുതിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ, നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്